നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ഞാനും എന്റെ കുടുംബവും ഞാനും എന്റെ മക്കളും ഞാനും എന്റെ ഇബാദത്തും എന്ന് മാത്രമായി പോകേണ്ട ആളുകളല്ല ഓരോ സത്യവിശ്വാസിയും. അവരുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള, അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതൊരുത്തന്റെ അറിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ ആരോഗ്യം കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ മറ്റു വല്ല കഴിവ് കൊണ്ടാണെങ്കിൽ അങ്ങനെ, അവന്റെ സമ്പത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ്, അവനാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വതൻഹൗന്ന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം. അവല യൂശികന്ന അല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അതല്ല എങ്കിൽ നിങ്ങളിലേക്കതാ അല്ലാഹുവിന്റെ ശിക്ഷ അടുത്ത് തന്നെ വരുന്നതാണ്. ثم تدعونه فلا يستجاب لكم, പിന്നെ നിങ്ങൾ അവനോട് ദുആ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അതിനുവേണ്ടി ജീവിതത്തിന്റെ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി അത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. അതിനേക്കാൾ ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്തുമാണ്.